യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ഞാനും നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നത്, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ജീവനുള്ള, സൗഖ്യം നൽകുന്ന, പ്രത്യാശ നൽകുന്ന, സമാധാനം നൽകുന്ന ദൈവത്തിൻ്റെ വചനമാണ്. ഈ വചനം നിങ്ങളെ സഹായിക്കുമെന്ന് മാത്രമല്ല, ശക്തീകരിക്കുക കൂടി ചെയ്യും. ഈ വചനം നിങ്ങളെ ബലപ്പെടുത്തും. നിങ്ങൾ പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ഈ വചനം കേൾക്കുമ്പോൾ, ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കർത്താവായ യേശുവേ, അങ്ങയുടെ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ, ഈ കുടുംബത്തെ, ഇവരുടെ വ്യക്തിപരമായ ചില പ്രാർത്ഥന ആവശ്യങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരികയാണ്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ പിടിവിട്ടുപോയ ചില സാഹചര്യങ്ങളുണ്ട്, പിടിവിട്ടുപോയ ചില സമയങ്ങളുണ്ട്. പിടിവിട്ടുപോയ സാഹചര്യം നമ്മുടെ കയ്യിൽ നിന്ന് പോയി, ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. ചിലർ പറയുന്ന വാക്കാണത്, പിടിവിട്ടുപോയൊരു സാഹചര്യമാണ്, ഞങ്ങൾക്കിനി എന്തു ചെയ്യണമെന്നറിയത്തില്ല. ഏത് സാഹചര്യത്തെയും മാറ്റാൻ ദൈവത്തിൻ്റെ അത്ഭുതകരം നിങ്ങൾക്ക് വേണ്ടി ഉയരും, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അത് ഒരനുഗ്രഹമായിട്ട് മാറും. പിടിവിട്ടു പോകുന്ന സാഹചര്യം, എന്തെല്ലാം നമുക്കുണ്ടെങ്കിലും, എന്തെല്ലാം സുഖസൗകര്യങ്ങളുണ്ടെങ്കിലും, എത്രമാത്രം പണമുണ്ടെങ്കിലും, ചില സമയത്ത് നമ്മൾ ഒറ്റയ്ക്കായി പോകുന്ന പോലെ, നമ്മുടെ പിടുത്തം വിടുന്ന പോലെ തോന്നും. ഇന്ന് ഈ നാളുകളിലൊക്കെ നമ്മൾ കേൾക്കുന്ന ചില വാർത്തകൾ എല്ലാം ഉണ്ട്. പക്ഷെ ചില സമയത്ത് അവർ ദുർബലരായിപ്പോയി, ചില സമയത്ത് അവർ ബലൂൺ പോലെ പൊട്ടിപ്പോയി. ദുർബലനായ മനുഷ്യനായ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ചില ദുർബല നിമിഷങ്ങളിലാണ് തകർന്നു പോകുന്നത്. എന്തെല്ലാം ഉണ്ടെങ്കിലും ഒരു കാര്യം കൂടി ഉണ്ടാകണം, ദൈവം ഉണ്ടാകണം, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. ദൈവത്തിൻ്റെ ആ ബലം എന്നും ഉണ്ടെങ്കിലേ എന്തൊക്കെ ദുർബല നിമിഷങ്ങൾ വന്നാലും തകർന്നു പോകാതിരിക്കുകയുള്ളൂ, പൊട്ടിപ്പോകാതിരിക്കുകയുള്ളൂ. ബലത്തോടെ, പ്രത്യാശയോടെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ബലത്തോടെ, പ്രത്യാശയോടെ മുന്നോട്ട് പോകാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ്. ഇന്ന് കേൾക്കുന്ന ദൈവവചനമാണ് സഭാപ്രസംഗകൻ്റെ പുസ്തകം 5-ാം അധ്യായം 19-ാമത്തെ വാക്യമാണ്. ഒരുപക്ഷെ ഈ വചനം നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, ശ്രദ്ധിച്ചിട്ടുണ്ടാകാം, ഈ വചനം പ്രാർത്ഥിച്ചിട്ടുമുണ്ടാകാം. ആ വചനം ഞാൻ വായിക്കാം. 19-ാമത്തെ വാക്യം: സമ്പത്തും സമൃദ്ധിയും അത് അനുഭവിക്കാനുള്ള കഴിവും. സമ്പത്ത്, സമൃദ്ധി, ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്, ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതാണ്, നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യമാണ്, അഭിമാനമുള്ള കാര്യമാണ്. സമ്പത്തും സമൃദ്ധിയും, സമൃദ്ധിയുള്ള ആൾക്കാരാണ്, സമ്പത്തുള്ള ആളാണ്. അതിന് താഴെ എഴുതിയിരിക്കുന്ന മലയാള വാക്കുണ്ട്, അത് ഉണ്ടായിട്ട് കാര്യമില്ല, അത് അനുഭവിക്കാനുള്ള കഴിവ് ഉണ്ട്. പക്ഷെ പലർക്കും അത് അനുഭവിക്കാനുള്ള കഴിവില്ല. അത് ദൈവത്തിൻ്റെ ദാനമാണ്. ഒരാൾക്ക് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്, പക്ഷെ ജീവിക്കുന്നത് ദരിദ്രനെ പോലെയാണ്. മുഴുവൻ പ്രശ്നങ്ങളാണ്, സ്ഥലസംബന്ധമായ പ്രശ്നങ്ങൾ, വ്യക്തിപരമായ പ്രശ്നങ്ങൾ. ജീവിക്കുന്നതോ പരമദരിദ്രനെ പോലെ. ഒരാൾക്ക് ഒരുപാട് സമ്പത്തുണ്ട്, പക്ഷേ അതെല്ലാം വഴക്കിലും ബഹളത്തിലും പലരുടെയും മുമ്പിൽ പരിഹാസപാത്രമായി കിടക്കുന്ന സമ്പത്ത്. എല്ലാം ഉണ്ട്, ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്, പക്ഷേ ഇതൊന്നും സന്തോഷത്തോടെ, സമാധാനത്തോടെ അനുഭവിക്കാനുള്ള കഴിവില്ല. ഇന്ന് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം, ദൈവമേ, സമ്പത്ത് മാത്രം പോരാ, സമൃദ്ധി മാത്രം പോരാ, ഐശ്വര്യം മാത്രം പോരാ, എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഒരുപാട് ശുശ്രൂഷകൾ മാത്രം പോരാ,
നമുക്കുള്ളത് ചെറുതായാലും അത് ഇടത്തരമായാലും വലുതായാലും നമുക്കത് അനുഭവിക്കാനുള്ള കഴിവും കൂടെ ആ കൂട്ടത്തിൽ ദൈവം തരണം. അധികമാരും ചിലപ്പോൾ പ്രാർത്ഥിക്കില്ല, കർത്താവേ അത് അനുഭവിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണമേ. ജീവിതമായാലും ശുശ്രൂഷയായാലും സമ്പത്തായാലും ബിസിനസ്സായാലും ജോലിയായാലും ഉണ്ടായാൽ പോരാ, അതനുഭവിക്കാനുള്ള ഭാഗ്യം, അനുഭവിക്കാനും ഉള്ള കഴിവ് നൽകി ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള. അപ്പം ഈ അനുഭവിക്കാനുള്ള കഴിവ് എന്താ? അതൊരു ദൈവാനുഗ്രഹമാണ്. ചിലർ പറയില്ലേ, ഭാര്യ ഉണ്ട് കാര്യമില്ല, ഭർത്താവുണ്ട് ഒരു പ്രയോജനമില്ല, മക്കളുണ്ട് എന്തിനാ ഇങ്ങനെ കുറേ മക്കൾ, വീടൊക്കെ ഉണ്ട് എന്തിനാ ഇങ്ങനെ ഒരു വീട്, വാഹനമൊക്കെ ഉണ്ട് എന്തിനാ ഇങ്ങനെ കുറേ വാഹനം, എല്ലാം ഉണ്ട്. കുറേ ആളുകൾക്ക് ധരിക്കാനുള്ള ഇഷ്ടം പോലെ സ്വർണ്ണമുണ്ട്, ഇഷ്ടം പോലെ വസ്ത്രമുണ്ട്. അവർ തന്നെ ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്തിനാ ഇങ്ങനെ കുറേ മാലയും വളയൊക്കെ, എന്തിനാ ഇങ്ങനെ കുറേ വസ്ത്രം, എന്തിനാ കുറേ ഇങ്ങനെ അലുമാരി, ഒന്നിലൊരു സന്തോഷമില്ല, എന്തിനാ ഇങ്ങനെ ഒരു ജീവിത പങ്കാളി, എന്തിനാ ഇങ്ങനെ കുറേ മക്കൾ, എന്തിനാ ഇങ്ങനെ കുറേ സമ്പത്ത്. അതെന്നറിയാമോ? എല്ലാം ഉണ്ട്, പക്ഷെ ആ ഉള്ളതിൻ്റെ ഒരു സമാധാനം, സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ലാത്ത സാഹചര്യമുണ്ട്. അതാ പറഞ്ഞത്, ബൈബിൾ പറഞ്ഞത്, സമ്പത്തും സമൃദ്ധിയും അതനുഭവിക്കാനുള്ള കഴിവും നൽകി ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും തൻ്റെ അവസ്ഥയെ മാനിക്കുകയും അധ്വാന ഫലം ആസ്വദിക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ അധ്വാന ഫലം ആസ്വദിക്കാൻ, അനുഭവിക്കാനുള്ള കഴിവ് വേണം. അനുഭവിക്കാനുള്ള കഴിവ് തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട്, ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. ആ വാക്യം ശ്രദ്ധിച്ചേ, 19-ാം വാക്യത്തിൻ്റെ 20-ാം വാക്യത്തിൻ്റെ തൊട്ട് പുറകിൽ ഒരു ചെറിയ വാക്യം കൂടെ ചേർത്ത് വച്ച 19-ാം വാക്യം തീരുന്നത്, ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നല്ലൊരു ആരോഗ്യമുണ്ടോ? നിങ്ങൾക്ക് നടക്കാനും ഓടാനും ഒക്കെ പറ്റുന്നുണ്ടോ? ദൈവത്തിൻ്റെ ദാനമാണ്. നിങ്ങൾക്ക് താമസിക്കാൻ ഒരു ചെറിയ വീടെങ്കിലും ഉണ്ടോ? അത് ദൈവത്തിൻ്റെ ദാനമാണ്. നിങ്ങൾക്ക് ഭാഗ്യമുള്ള സന്തോഷമുള്ള ഒരു സാഹചര്യമുണ്ടോ? ദൈവത്തിൻ്റെ ദാനമാണ്. നിങ്ങളുടെ പേഴ്സിൽ അത്യാവശ്യത്തിനുള്ള പൈസയെങ്കിലുമൊക്കെ ഉണ്ടോ? ദൈവത്തിൻ്റെ ദാനമാണ്. നിങ്ങൾക്കൊരു ചെറിയ ശുശ്രൂഷയുണ്ടോ? നല്ല ബന്ധങ്ങളുണ്ടോ? നല്ല ചില കൂട്ടുകാരുണ്ടോ? നല്ലൊരു ആത്മീയതയുണ്ടോ? നല്ലൊരു വിശ്വാസമുണ്ടോ? ഇതൊക്കെ ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം നമുക്ക് നൽകിയ സമ്മാനമാണ്. ഇന്ന് ഈ ചൊവ്വാഴ്ച ദിവസം വചനം കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലായോ? നിങ്ങൾക്ക് പിടികിട്ടിയോ? അനുഭവിക്കാനുള്ള കഴിവ്. ചിലർക്ക് ചില നന്മകളൊക്കെ ഉണ്ടാവും, പക്ഷെ അത് വഴക്കുണ്ടാക്കി ബഹളം വെച്ച് ദേഷ്യപ്പെട്ട് പിണങ്ങിയും അതൊന്നും അനുഭവിക്കത്തില്ല. ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കി ബഹളം വെച്ച് ദേഷ്യപ്പെട്ട് പിറുപിറുത്ത് നിരാശപ്പെട്ട് കളയല്ല്. ഈ ജീവിതവും ഇപ്പോഴുള്ള കുഞ്ഞു സാഹചര്യമാണേ പോലും അത് ദൈവത്തിൻ്റെ ദാനമാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ പറഞ്ഞു, എനിക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഞാനിപ്പോൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുക ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ശബ്ദം ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ശുശ്രൂഷ ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം നൽകിയതാണ്. ദൈവത്തിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. പ്രത്യേകം പ്രാർത്ഥിക്കുവാണ്. ഇന്ന് പ്രാർത്ഥിച്ച കാര്യമാണ് അതനുഭവിക്കാനുള്ള കഴിവ്, അനുഭവിക്കാനുള്ള ഭാഗ്യം, അനുഭവിക്കാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് തരണം. ദൈവം നമുക്ക് തരണം. ദൈവം നമ്മളെ സഹായിക്കണം. ദൈവം നമ്മളെ ഇടപെടണം. പ്രാർത്ഥിക്കുവാണ്. പ്രിയപ്പെട്ടവരെ, ഈ വെള്ളിയാഴ്ച നമ്മുടെ ഈ ആലയത്തിൽ ശുശ്രൂഷകളൊക്കെ നടക്കുന്ന ദിവസമാണ്. അന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥന ശുശ്രൂഷ നയിക്കുന്നത് ഒത്തിരി അനുഗ്രഹീതനായ ദൈവനിയോഗമുള്ള ഒരു അനുഗ്രഹീത വൈദികനാണ് ജോർജ് ജേക്കബ് പുതുക്കുഴിയച്ചൻ. ബാംഗ്ലൂർ RRC ധ്യാന കേന്ദ്രത്തിൻ്റെ സ്ഥാപകനാണ്. ഇപ്പോൾ മലയാറ്റൂരുള്ള ധ്യാന കേന്ദ്രത്തിലാണ് അച്ഛനുള്ളത്. അച്ഛൻ്റെ ശുശ്രൂഷകളിലൂടെയാണ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടത്. അച്ഛൻ നൽകിയ പ്രാർത്ഥനയും ആശീർവാദവുമാണ്
എനിക്ക് ഈ ഒരു ശുശ്രൂഷയിൽ വളരാൻ കഴിഞ്ഞത്. അപ്പോൾ പ്രിയപ്പെട്ട അച്ഛനാണ് ആദ്യമായി ഈ ആലയത്തിൽ വരുന്നത്. ഇന്ന് ചൊവ്വാഴ്ച ദിവസം, ഇന്ന് വൈകുന്നേരം 7 ആശീർവാദത്തോടെയുള്ള ദിവികാരുണ്യ പ്രദക്ഷിണം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് 7 ആശീർവാദത്തോടെയുള്ള ദിവികാരുണ്യ പ്രദക്ഷിണമുള്ള 3-ാം വെള്ളിയാഴ്ച. 8 മണിക്ക് 8:15 ദിവികാരുണ്യ പ്രദക്ഷിണം 7 ആശീർവാദത്തോടെ ആരംഭിക്കും. നിയോഗങ്ങൾ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ദിവസം നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സമ്പത്തും സമൃദ്ധിയും അതനുഭവിക്കാനുള്ള കഴിവും നൽകി ദൈവം അനുഗ്രഹിക്കുന്ന ഒരനുഗ്രഹം ഉണ്ടാകട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മുപ്പെത്താത്ത മരണങ്ങൾ, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, പരിക്കുകളിൽ നിന്നും, ആപത്തനർത്ഥങ്ങളിൽ നിന്നും, അസൂയയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, ചതികളിൽ നിന്നും ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും ദൈവം തരട്ടെ. സമ്പത്തും സമൃദ്ധിയും അതനുഭവിക്കാനുള്ള കഴിവും ദൈവം നമുക്ക് നൽകട്ടെ. ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കണം. സാധ്യമായ എല്ലാവരോടും ഈ വചനം കേൾക്കാൻ പറയണം. ഇതൊരാവശ്യമാണ്, ഇതൊരു അത്യാവശ്യമാണ്, ഇതൊരു അനുഗ്രഹമാണ്. നാളെയും 5:30 ഒരുമിച്ച് കാണാം. 5:30 തന്നെ ഒരുമിച്ച് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് ഒരു അനുഗ്രഹമാണ്. 5:30 തന്നെ പറ്റുവാണെങ്കിൽ, സാഹചര്യങ്ങൾ അനുകൂലമെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. കാണുന്നത് വരെ എന്നെ നിങ്ങളെയും സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി സഹായിക്കട്ടെ, സൂക്ഷിക്കട്ടെ. ആമേൻ.